എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. AI ഡിസ്റപ്ഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തൊരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. സോഫ്റ്റ്വെയർ സർവീസ് രംഗത്തുള്ള ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ വലിയ ഫാളാണ് കഴിഞ്ഞ ആഴ്ച നേരിട്ടിട്ടുള്ളത്. ഇന്ത്യയിലത്തെ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള ഇൻഫോസിസ്, TCS, HCL ടെക്, ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സർവീസസ് ഓറിയൻറ്റഡ് കമ്പനികളും കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആന്ത്രോപിക് AI പുറത്തുവിട്ടിട്ടുള്ള ഏജന്റിക് AI ടൂള് തന്നെയാണ്. ക്ലോഡ് കോവർക്ക് എന്ന് പറയുന്ന ഒരു ടൂള് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസ്റപ്ഷന് കാരണമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 25 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ, അല്ലെങ്കിൽ 25 വർഷത്തിലധികം ഏറ്റവും കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ള ഒരു സെക്ടറാണ് ടെക്നോളജി സെക്ടർ. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻഫോസിസ്, TCS, HCL ടെക്, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും നല്ല രീതിയിൽ റിട്ടേൺ ആണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. ഭാവിയിൽ ഇത്തരത്തിൽ റിട്ടേൺ ഈ കമ്പനികളിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മാൻ പവറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണെങ്കിൽ AI റിലേറ്റഡ് സർവീസ് ഓറിയൻറ്റഡ് കമ്പനികളായിട്ട് ഈ കമ്പനികൾക്കൊക്കെ മാറാനായിട്ട് സാധിക്കും. അതേസമയം ഹ്യൂജ് ജോബ് ലോസസ് ആണ് ഈ സെക്ടറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓവറോൾ ഇമ്പാക്റ്റ് അക്രോസ് ദ സെക്ടേഴ്സിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് വലിയ രീതിയിലൊക്കെ യാത്രകൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിലും ഈ AI ഡിസ്റപ്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിനാരിയോ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആണ് വീക്ക് ടു വീക്ക്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ കോസ്പി, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ആണ് കഴിഞ്ഞ ആഴ്ചയും ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ജപ്പാൻ ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റൊക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല സെൽ ഓഫ് ആണ് നമ്മുടെ ടെക്നോളജി സ്റ്റോക്കുകളിൽ കണ്ടിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ആന്ത്രോപിക് AI ടൂളിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ അറ്റ് എവരി റൈസിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലത്തെ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ എല്ലാ കമ്പനികളും വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഫ്ലാഷ് മെമ്മറി സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന, അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന, റാൻഡം ആക്സസ് മെമ്മറി സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാൻഡിസ്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും മുന്നേറാണ്. മൈക്രോണും മുന്നേറാണ്. അതേസമയം സീഗേറ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ഈ 2 കമ്പനികളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കുന്ന മേജർ കമ്പനികൾ. ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെമി കണ്ടക്ടർ എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന അപ്ലൈഡ് മാനുഫാക്ചറിങ്ങും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി സൗത്ത് കൊറിയയിലത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി സർക്യൂട്ട് ഉണ്ടാക്കുന്ന SK ഹൈനിക്സ്, സാംസങ്, ഈ 2 കമ്പനികളും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോസ്പി ഇൻഡെക്സ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ടെക്നോളജി സെക്ടറിലുള്ള ഡിസ്റപ്ഷൻ, ടെക്നോളജി സെക്ടറിലുള്ള പല ഹാർഡ്വെയർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ AI ടൂളുകളൊക്കെ വലിയ രീതിയിൽ സോഫ്റ്റ്വെയർ ആസ് സർവീസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനികളെ ബാധിക്കുമെങ്കിലും ഇത്തരത്തിലുള്ള AI ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികൾ, ക്ലൗഡ് സർവീസസ് കൊടുക്കുന്ന കമ്പനികൾ, സൈബർ സെക്യൂരിറ്റി രംഗത്തുള്ള കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള മാൻ പവർ ലോസസും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഒപ്പം ഹൈപ്പർ സ്കെയിലർ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ ആസ് സർവീസ് എന്ന് പറയുന്ന രംഗത്തുള്ള കമ്പനികളിൽ നിന്ന് മാറി ഇത്തരത്തിൽ ഹാർഡ്വെയർ റിലേറ്റഡ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിലേക്ക് മാറാം, ക്ലൗഡ് റിലേറ്റഡ് സെക്ടറിലേക്ക് മാറാം, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സെക്ടറുകളിലേക്കൊക്കെ മാറാവുന്ന ഒരു കാര്യമാണ്. അതേസമയം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്കാണ് ഏറ്റവും കൂടുതൽ കടം വന്നുകൊണ്ടിരിക്കുന്നത്, അത് ഡെറ്റ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാ സെൻറ്റർ കമ്പനികൾ. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡെറിവേറ്റീവ് പ്രൊഡക്റ്റും കൂടി അമേരിക്കയിലൊക്കെ ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്, ടെക് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്. തീർച്ചയായിട്ടും വലിയ രീതിയിലാണ് കോർപ്പറേറ്റുകളൊക്കെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിന് വേണ്ടി കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കടങ്ങൾ ഡിഫോൾട്ട് ആവുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്വാപ്സ് ആണ് ടെക് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ്. നമുക്കറിയാം ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പുകൾ ഇഷ്യൂ ചെയ്തിരുന്ന കമ്പനികളായിരുന്നു. അപ്പോൾ ഭാവിയിലേക്ക് ഒരു ഇൻഡിക്കേഷനും കൂടിയാണ്. ഡാറ്റാ സെൻറ്റർ രംഗത്ത് വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലോണുകൾ അല്ലെങ്കിൽ ഡെറ്റ് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. ലെഹ്മാൻ ബ്രദേഴ്സ് ഉണ്ടായ പോലുള്ള ഒരു ക്രൈസിസ് ഒക്കെ ഭാവിയിൽ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ഡെപ്റ്റിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ പ്രൊഡക്റ്റും കൂടി ഗ്ലോബലി അമേരിക്കയിലൊക്കെ ടെക് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സും കൂടി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ട് സീസൺ എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q3 റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. ലേബർ കോഡ് 2025 ഇമ്പാക്റ്റും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആണ് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടർ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളിലെ സെൽ ഓഫ് കൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും ഔട്ട് പെർഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ നല്ല Q3 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ടെക്നോളജി റിസൾട്ടിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ആ സെക്ടറിനെയൊക്കെ ബാധിച്ചേക്കാം. അതേസമയം ഹാർഡ്വെയർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, പവർ സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, ക്യാപിറ്റൽ ഗുഡ്സിനെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള AI ഡിസ്റപ്ഷൻ വളരെ പോസിറ്റീവാണ്. മാൻ പവർ കുറയ്ക്കാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ. കഴിഞ്ഞ ആഴ്ചയിലത്തെ ശനിയാഴ്ചയിലത്തെയും വെള്ളിയാഴ്ചയിലത്തെ ട്രേഡിങ്ങിന് ശേഷമുള്ള റിസൾട്ടുകളുടെ അനൗൺസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ NBCC, സീമെൻസ് എനർജി, ഈ കമ്പനികളൊക്കെ മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എക്സലൻറ്റ് റിസൾട്ടായിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യയും പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ Q3 റിസൾട്ടുകളുടെ ഒരു അസസ്മെൻറ്റിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റും ഒരുപക്ഷെ ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം സോഫ്റ്റ്വെയർ സ്റ്റോക്കുകൾ വീണ്ടും സെൽ ഓഫ് വരികയാണെങ്കിൽ, ഡിസ്റപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ഒരുപക്ഷെ 25,000, 25,100 ലെവൽ വരെയൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. ഓവറോൾ ഒരു കോഷൻ ആവശ്യമാണ് മാർക്കറ്റിൽ. സെക്ടർ സ്പെസിഫിക് ആയിട്ട് സെക്ടർ റൊട്ടേഷനൊക്കെ നടത്തേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ആസ് സർവീസസ് നൽകുന്ന സോഫ്റ്റ്വെയർ കമ്പനികളിൽ നിന്നും മാറി മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രൈസിസ് കാണുന്നത്. ജനറേറ്റീവ് AI, ഏജൻറ്റിക് AI ടൂളുകൾ ഉണ്ടാക്കുന്ന ക്രൈസിസ് ഹ്യൂമൻ ബീയിങ്സ് ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ക്രൈസിസ് അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ ഒന്നും തന്നെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇനി സാധിക്കില്ല. കാരണം ഇപ്പോൾ AI ആണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്ത്രോപ്പിക് AI എന്ന് പറഞ്ഞിരിക്കുന്നു. ആന്ത്രോപ്പിക് AIയിൽ 100% കോഡിങ് നടത്തുന്നത് ഇപ്പോൾ AI ആണ്. ഹ്യൂമൻ ബീയിങ്സിനെ ഓവർലുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ കോഡ്സ് AI ജനറേറ്റ് ചെയ്യുന്ന കോഡ്സ് കറക്റ്റ് അല്ലേ എന്ന് നോക്കുന്ന ഒരു ജോബ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയ ഡിസ്റപ്ഷൻ തന്നെയാണ് വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ അതുപോലെ തന്നെ ഹ്യൂമനോയിഡ് റോബോട്ടുകളൊക്കെ വരികയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് ജെഫ്രി ഹിൻഡൻ പോലുള്ള ഗോഡ് ഫാദർ ഓഫ് AI ഒക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആന്ത്രോപ്പിക്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുള്ള ഓപ്പൺ AIയിലുള്ള ടെക്നോളജി എക്സ്പെർട്ടുകളൊക്കെ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ക്രൈസിസ് ആണ്. കാരണം ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ് ഇത്തരത്തിൽ AI ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ AI തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ തിരിഞ്ഞു കൊത്തുന്ന
പോകുന്നൊരു കാലം വരികയാണ്. അതേസമയം ഈ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ AI ലോകത്തിനെ തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡിസ്റപ്ഷനും അതിൻ്റെ പോസിറ്റീവ് സൈഡൊക്കെ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. നമ്മൾ കാണാത്ത തരത്തിലുള്ള ഡിസ്റപ്ഷനൊക്കെ ഒരുപക്ഷെ പല സെക്ടറുകളിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. മുമ്പ് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷനൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയൊരു ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നുള്ള കാര്യം ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിസ്റപ്ഷൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് കഴിഞ്ഞ ആഴ്ചയിലത്തെ മേജർ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് BSEക്ക് അനുമതി നൽകിയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 20 മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ് BSEക്ക് ആരംഭിക്കാനായിട്ട് SEBI അനുമതി നൽകിയിട്ടുള്ളത്. 1 മന്താണ് വീക്കിലി കോൺട്രാക്റ്റുകൾ ഉണ്ടാവില്ല. 1 മന്ത് 2 months 3 months കോൺട്രാക്റ്റുകളാണ്. തീർച്ചയായിട്ടും BSEനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ആദ്യമായിട്ടാണ് മിഡ് ക്യാപ്പ് ഓഹരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് വരുന്നത്. റിസ്കി പ്രൊഡക്റ്റുകളാണ് മിഡ് ക്യാപ്പ് ഓഹരികൾ. സ്മോൾ ക്യാപ്പ് ഓഹരികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൊളാറ്റിലിറ്റി കാണിക്കുന്ന ഓഹരികളാണ്. അതേസമയം ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഹെഡ്ജ് ചെയ്യാനും ലിവറേജ്ഡ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് ശേഷം സാധിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. BSE വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. NSEയിൽ ടോട്ടൽ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ 25 കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതേസമയം യൂണീക്ക് ക്ലയൻറ്റ് കോഡുകൾ എന്നെടുക്കുകയാണെങ്കിൽ 12.7 കോടിയാണ്. അതായത് ഒരു ഇൻവെസ്റ്റർക്ക് പല സ്ഥലങ്ങളിലും അക്കൗണ്ടുകൾ ഉണ്ടാവും. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 12.7 കോടിയാണ്. ഇതിലും ഒരുപക്ഷെ റിഡക്ഷനൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ജോയിൻ്റ് അക്കൗണ്ടുകൾ അത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ 8-9 കോടിയാണ് മാക്സിമം ക്ലയൻറ്റ് ആക്റ്റീവ് യൂണീക്ക് ക്ലയൻറ്റ് കോഡ് ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളൂ. തീർച്ചയായിട്ടും ഈ ന്യൂസൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഡിസ്റപ്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഇത് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ മണപ്പുറത്തിൽ US ബേസ്ഡ് ബെയിൻ 41.7% അക്വയർ ചെയ്തിരുന്നു. അതിൻ്റെ RBI അപ്രൂവൽ പെൻഡിങ്ങിലായിരുന്നു. RBI അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. മണപ്പുറത്തിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഇപ്പോൾ ഒരു US ബേസ്ഡ് കമ്പനി കൂടി ആയി മാറാൻ പോവുകയാണ് മണപ്പുറം ഫിനാൻസ്. വാരി ഇൻഡോ സോളാർ, വാരി എനർജീസ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു. ഒരു ബാങ്ക്രപ്റ്റ് സ്റ്റോക്കായിരുന്നു. പക്ഷേ വാരി ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം എക്സലൻറ്റ് പെർഫോമൻസ് ആണ് ഈ സ്റ്റോക്ക് ഈ കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോളാർ രംഗത്തുള്ള ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. വാരി ഇൻഡോ സോളാർ മാർക്കറ്റ് റിയാക്ഷനിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ഈ സ്റ്റോക്കിലും ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ IPO മാർക്കറ്റ് വളരെ സ്ലഗ്ഗിഷ് ആണ്. AI സർവീസസ് രംഗത്തുള്ള ഏറ്റവും ഓൾഡസ്റ്റ് കമ്പനിയുടെ IPO കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ജസ്റ്റ് ഓവർ സബ്സ്ക്രൈബഡ് ആയിരുന്നു. അതേസമയം ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്ക് പ്രൈസും താഴെ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും AI രംഗത്തുണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ കമ്പനീനെ ബാധിച്ചിട്ടുള്ളത്. ഫ്രാക്ടൽ അനലിറ്റിക്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. എക്സലൻറ്റ് കമ്പനിയാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സൊക്കെ ബെറ്റർ ആയിരുന്നു. പക്ഷേ IPO പ്രൈസ് വന്നിരുന്നത് 110 p-അടുത്താണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ AI രംഗത്തുള്ള ഡിസ്റപ്ഷനും കൂടി ഈ കമ്പനീനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ Q3 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് ആയിരിക്കാം. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഓവറോൾ ഒരു Q3 റിസൾട്ടിന് ശേഷമുള്ള ഒരു അസസ്മെൻറ്റിൽ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം കഴിഞ്ഞ ആഴ്ചയിൽ നല്ല വൊളാറ്റിലിറ്റി ഈ കമോഡിറ്റികളിലും കണ്ടിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വലിയ വൊളാറ്റിലിറ്റി ആയിരുന്നു ഗോൾഡിൻ്റെ കാര്യത്തിലും സിൽവറിൻ്റെ കാര്യത്തിലും പ്ലാറ്റിനത്തിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യ വീണ്ടും അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്നു. ഡോളർ പേയ്മെൻറ്റ് സിസ്റ്റം കണ്ടിന്യൂ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നൊരു ന്യൂസ് വന്നിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഡോളർ മറ്റ് കറൻസികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും കമോഡിറ്റികൾക്കകത്ത് നെഗറ്റീവാണ്. ആ ഒരു ഇൻഡിക്കേഷനിലാണ് വ്യാഴാഴ്ച വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച അമേരിക്കയിലെ ജനുവരി മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. 2.4% കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നത്. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് ആണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു ഒരു പക്ഷേ ഡാറ്റ ഹൈ ആയിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതിൻ്റെ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇൻ ലൈൻ എക്സ്പെക്ടേഷൻസ് ഡാറ്റ വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിൽ കമോഡിറ്റികൾ ബെറ്റർ ആയിരിക്കുകയാണ്. ഗോൾഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $51.2 പെർ ഔൺസിനാണ്. പ്രീവിയസ് വീക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ $75.2 പെർ ഔൺസ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. ETF ഡാറ്റകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ 2020 മുതൽ 2025 വരെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങിയിട്ടുള്ളതിൻ്റെ ഒരു കണക്കൊക്കെ വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തു വിട്ടിരുന്നു. ഈ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിയിട്ടുള്ളത് ചൈനയാണ്, 357.1 ടൺസ് ആണ്. അത് കഴിഞ്ഞാൽ പോളണ്ടാണ് 314.6 ടൺസ്. മൂന്നാമത് നിൽക്കുന്നത് തുർക്കിയാണ് 251.8 ടൺസ്. നാലാമത് നിൽക്കുന്നത് ഇന്ത്യയാണ് 245.3 ടൺസ്. അഞ്ചാമത് ബ്രസീലാണ് 105.1 ടൺസ്. തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കുകൾ കഴിഞ്ഞ 5 വർഷം വലിയ രീതിയിൽ തന്നെയാണ് ഗോൾഡ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഈ വർഷവും സെൻട്രൽ ബാങ്കുകൾ നല്ല രീതിയിൽ വാങ്ങുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നടത്തിയുള്ളൊരു ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത് അവർ ഫേവർ ചെയ്യുന്നത് 62% യങ്സ്റ്റേഴ്സും ഫേവർ ചെയ്യുന്നത് ഗോൾഡാണ് സേഫ് ഹെവൻ കമ്മോഡിറ്റി അല്ലെങ്കിൽ അസറ്റായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടോ ഇക്വിറ്റിയോ അല്ല. ഇത് തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സാധാരണ രീതിയിൽ യങ്സ്റ്റേഴ്സ് ഗോൾഡ് യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒപ്പീനിയൻ പോളിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഗോൾഡിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. 5 ഗ്രാമിന് താഴെ ഘട്ടം ഘട്ടമായിട്ട് തങ്ങൾ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് 62% യങ്സ്റ്റേഴ്സും പറയുന്നത്. അടുത്ത 2-3 വർഷത്തേക്ക് ഇത്തരത്തിലുള്ള ബൈയിങ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതേസമയം റിസർച്ച് ഹൗസസ് എല്ലാം പറയുന്നത് ഏപ്രിൽ മെയ് ജൂണോട് കൂടിയിട്ട് ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നതാണ് എല്ലാ റിസർച്ച് ഹൗസസും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിലൊരു പോസിറ്റീവ് ബയാസ് എക്സ്പെക്റ്റ് ചെയ്യാം, വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവറും കഴിഞ്ഞ ആഴ്ചയിൽ നല്ല വൊളാറ്റിലിറ്റി കാണിച്ചിരുന്നു. പ്ലാറ്റിനം നല്ല വൊളാറ്റിലിറ്റി കാണിച്ചിരുന്നു. അതേസമയം ഈ 2 കമോഡിറ്റികളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. സിൽവറിൻ്റെ കാര്യത്തിലും ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ചൈനയിലെ നാഷണൽ ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഗ്ലോബലി വലിയ രീതിയിൽ സിൽവർ പ്രൈസ് കൂടിയത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് കമോഡിറ്റി മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അവസരങ്ങളിൽ ഇന്ത്യക്കാരൊക്കെ സാധാരണ വാങ്ങാറുള്ളത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ നിന്നാണ്. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ഡിമാൻഡ് കൂടി ഈ ഫിസിക്കൽ സിൽവർ ഒന്നും സപ്ലൈ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ LMEയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് കോമക്സിൽ നിന്ന് വാങ്ങും. കോമക്സിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള സിൽവർ ക്വാണ്ടിറ്റി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് സ്ക്യൂസൊക്കെ അനുഭവപ്പെടും. അത്തരത്തിലുള്ളൊരു പ്രതിഭാസമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഉണ്ടായിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റുകൾക്ക് ഈ ആഴ്ച അവധിയാണ്. 16-ാം തീയതി മുതൽ അടുത്ത 23-ാം തീയതി വരെ ലൂണാർ ഹോളിഡേയ്സ് പ്രകാരം അവധിയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. LME അതുപോലെ തന്നെ US മാർക്കറ്റിന് തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ അടുത്ത 4 ദിവസങ്ങളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കമോഡിറ്റി മാർക്കറ്റിൽ എന്തെങ്കിലും തരത്തിൽ വൊളാറ്റിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രധാനം കാരണമായിട്ട് മാറാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ബൈയിങ് ആയിരിക്കാം. പ്രത്യേകിച്ച് സിൽവറിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് സിൽവറിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 25-ന് അവസാനിക്കുന്ന ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഉണ്ട് കോമെക്സിൽ. ധാരാളം ട്രേഡേഴ്സ് ഡെലിവറി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡെലിവറി വലിയ രീതിയിൽ കിട്ടാതെ ലഭിക്കുകയാണെങ്കിൽ ഷോർട്ട് സ്ക്യൂസ് അനുഭവപ്പെടുകയാണെങ്കിൽ സിൽവർ ഒരു പക്ഷേ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. നല്ല വൊളാറ്റിലിറ്റി നമുക്ക് സിൽവറിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് തീർച്ചയായിട്ടും സിൽവറിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഒക്കെ നൽകിയേക്കാം. അതേസമയം അറ്റ് എവരി റൈസിൽ സിൽവറിലും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഈ വർഷം
ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കുറയാൻ പോവുകയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ മറ്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം ചൈന ജനുവരി മുതൽ എക്സ്പോർട്ട് റെസിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സിൽവറിൽ. ഇതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത 2-3 വർഷത്തിനുള്ളിൽ US-ഉം ചൈനയും തമ്മിൽ തെയ്വാൻ്റെ പേരിൽ ഒരു ടെൻഷൻ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് ചൈന ക്രിട്ടിക്കൽ മിനറൽസ് എക്സ്പോർട്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫാക്ടറും ഈ സിൽവറിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ സപ്ലൈ ഡിസ്റപ്ഷൻ വരാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് തന്നെ സിൽവറും ഒരു പക്ഷേ പോസിറ്റീവ് ബയാസിൽ മുന്നേറിയേക്കാം. പക്ഷെ ഗോൾഡാണ് ഒരു സേഫ് കമോഡിറ്റി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ആയിരിക്കാം ഒരു പക്ഷേ സിൽവറിനേക്കാളും കൂടുതൽ മുന്നേറാൻ പോകുന്നത്. അതേസമയം സിൽവറിൽ നല്ല വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോഫ്റ്റ്വെയർ ആസ് സർവീസ് ആയിട്ട് ഉള്ള കമ്പനികൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ നിന്നൊക്കെ മാറി AI ടൂളുകളുടെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന സെക്ടറുകളിലേക്ക് തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. എന്നിരുന്നാലും ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനികൾക്ക് AI റിലേറ്റഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഒക്കെ നൽകാനും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും മാൻ പവർ കുറഞ്ഞുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ പല കമ്പനികൾക്ക് നല്ല പ്രോഫിറ്റൊക്കെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മാസീവ് ജോബ് ലോസസ് ഉണ്ടാക്കാൻ പോകുന്ന ഹ്യൂജ് ലോസസ് ആണ് ഇന്ത്യൻ എക്കണോമിക്കും അതുപോലെ തന്നെ IT സെക്ടറിനൊക്കെ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു വൊളാറ്റിലിറ്റി തന്നെയാണ്. ഒരുപക്ഷെ നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആയിരിക്കാം. അതിനുശേഷം വൊളാറ്റിലിറ്റി കണ്ടേക്കാം. Q3 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ഒരുപക്ഷെ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും വൊളാറ്റിലിറ്റി കണ്ടേക്കാം. വലിയ രീതിയിൽ സെൽ ഓഫ് വരികയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 25,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക, മാർക്കറ്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളൊരു സജഷനാണ് എനിക്കുള്ളത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.